ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല 4 റെസിപ്പീസ് അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ്. അത്താഴത്തിന് റെസിപ്പീസാണ് മെയിനായിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അത്താഴത്തിന് മാത്രമല്ല ബാക്കിയുള്ള സമയത്തും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല 4 റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ച ശേഷം പിന്നെ ചോറാട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ചോറിലേക്ക് കുമ്പളങ്ങ തൈര് കറിയും പിന്നെ വെണ്ടക്ക ഫ്രൈ ആക്കിയതും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കിയതും ചമ്മന്തിയും ഇതൊക്കെയായിരുന്നു സൈഡ് ഡിഷുകൾ. അപ്പോൾ ഇതന്നെ നമുക്ക് അത്താഴത്തിന് കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്താഴം ഒന്ന് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ടി വി ഇട്ട് കൊടുക്കാനായിട്ടുള്ള കിടത്താണ് റോസുൻ്റെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇത് കണ്ടപ്പോൾ പിന്നെ വേഗം ഇട്ട് കൊടുത്തു. എപ്പോഴും ടി വിയുടെ മുന്നിലാപ്പോൾ. ഇഫ്താർ കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചത് ചോറായതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, 11 മണി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അതാ ടി വിയൊക്കെ ഇട്ട് കൊടുത്തപ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച ശേഷമാണ് അത്താഴത്തിൻ്റെ ഇതിലോട്ടൊക്കെ കിടക്കുന്നത്. സാധാരണ അത്താഴമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചോറുണ്ട്, അപ്പോൾ അതെന്നെ കഴിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 4 റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഓൾറെഡി ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഉള്ളിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 റെസിപ്പീസാണ് ഇപ്പം ഷെയർ ചെയ്യുന്നത് ചോറും കൊണ്ട്. അപ്പം ഈ 4 റെസിപ്പീസും അത്താഴത്തിനും നല്ല റെസിപ്പീസാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് നല്ലതാണ്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ 4 റെസിപ്പീസും. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്, ചെറിയ കുട്ടികൾക്കെന്ന് പറയുമ്പം 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഈ 4 റെസിപ്പീസും ഉണ്ടാക്കി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ചെറിയുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലി എടുത്തിട്ട് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കുന്ന പരുവത്തിലാവരുത്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിലർ നെയ്യാണ് ചേർത്ത് കൊടുക്കാറ്, ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കൂടി പോയിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് മാത്രം മതി. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയതാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഒരുമിച്ച് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ആ ഒരു പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നല്ലോണം സോഫ്റ്റായി ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ചോറ് വല്ലാണ്ട് വെന്തുടഞ്ഞ ചോറാവാൻ പാടില്ല, പാകത്തിലുള്ള വേവുള്ള ചോറായിരിക്കണം. എന്നിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട. ഒന്നെല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അത്താഴത്തിന് നമ്മൾ പൊതുവേ കറികളൊന്നും ഇല്ലാത്ത വിഭവങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് റെയിന് വേണ്ടിയിട്ടാണ്, റെയിന് അത്താഴത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരച്ചോറാണ്. അപ്പോൾ ചക്കരച്ചോറെന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മധുരമുള്ളൊരു ചോറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ ചെറിയുള്ളി കുറച്ചുകൂടെ ഒന്ന് മൂപ്പ് എത്തിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളൊക്കെ ചേർത്ത് കൊടുക്കാൻ. വല്ലാണ്ട് ഗോൾഡൻ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെരുവിയതും ആവശ്യത്തിനുള്ള ശർക്കര ഞാനിപ്പോൾ 1/4 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരുവിയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ശർക്കര ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കിയെടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം.
ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോറ് 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ് ഇതുപോലെ തന്നെ വേവ് കൂടി ചോറ് എല്ലാം ഇതിലേക്ക് വേണ്ടത്. ശരിക്കുള്ള ചക്കരച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം. അത് അരിയും ശർക്കരയും എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇനി ഈ ശർക്കര നന്നായിട്ട് മെൽറ്റായി ചോറിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി. ഒന്ന് ഇത് ഡ്രൈ ആക്കി എടുക്കും വേണം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കുക. ശർക്കര നമ്മുടെ ചീകിയിട്ടതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ ശർക്കരയിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചക്കരച്ചോറ് എന്നൊക്കെ പറയും, നമ്മുടെ ഭാഗത്തൊക്കെ ചക്കരച്ചോറ് എന്നാണ് പറയാറ്. അപ്പം ആ ഒരു മധുരമുള്ള ചോറായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇത് ആർക്കായിരിക്കും എന്നുള്ളത്. റോസുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോറാട്ടത്. അപ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യാൻ നേരത്തെ നമുക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ല കേട്ടോ, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോറാണ്. അതുപോലെ റോസുവിനും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ റോസുവിനും എനിക്കും പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഉള്ളി ആദ്യം തൂമിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും ഈ ചോറിന്. നല്ല മധുരമായിരിക്കും. ബ്രസ്റ്റ് ഫീഡിങ് മോംസിനൊക്കെ നല്ലതാണ്. കാരണം ശർക്കര കഴിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കഞ്ഞിയാണ്. അത് ഞാൻ ഒരുപാട് തവണ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഈ 4 റെസിപ്പീസ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചോറൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വല്ലാണ്ട് ചൂടാവണ്ട. പാൽക്കഞ്ഞി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ പാൽക്കഞ്ഞി ഉണ്ടാക്കുന്നത് ചെറിയ നമ്മുടെ കുറിയേരി അല്ലെങ്കിൽ ചെറിയ അരി എന്നൊക്കെ പറയില്ലേ, അത് വേവിച്ചിട്ടായിരിക്കും. അതിലേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായ ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മണമാണ് ഇതിൽ മെയിനായിട്ട് വരേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി തേങ്ങാപ്പാൽ തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല. അപ്പോൾ ഇതാ ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പാൽക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കാണ്. ഈ പാൽക്കഞ്ഞിയും ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷീണവും തളർച്ചയൊക്കെ മാറാനും നല്ലതാണ് പാൽക്കഞ്ഞി കുടിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ജീരകഞ്ഞി. റമദാൻ സ്പെഷ്യൽ കഞ്ഞിയാണ് ജീരകഞ്ഞി. അപ്പം അത് അത്താഴത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയാൽ അടിപൊളിയാകും, എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് കുറവ് മതി, ചോറിനൊപ്പമുള്ള വെള്ളം മതി. ഇനി ഇതിലേക്ക് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങ ചെരുവിയത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം. അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ തരി പാടില്ല, നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ ആണ് നമ്മൾ ശരിക്കുള്ള ജീരകഞ്ഞി ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സിമ്പിളായിട്ടല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു പാന് ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ഇത് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീരകഞ്ഞി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ജീരകഞ്ഞി ഇവിടെ ഇക്കാൻ്റെ ഇഷ്ടപ്പെട്ടൊരു കഞ്ഞി റെസിപ്പിയാണ്.
അപ്പോൾ ഇക്കാക്കും ആയി. അപ്പോൾ എല്ലാവർക്കും 4 പേർക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു അത്താഴമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അത്താഴം കഴിക്കുന്നത് ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ കഴിക്കുന്നുണ്ട്. 2 മണിക്കായ സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. കാരണം ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കാനൊക്കെ നിന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് നേരെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്ത് എണീറ്റിട്ട് വെള്ളം കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ജീരകക്കഞ്ഞി, പാൽക്കഞ്ഞി, ചക്കരച്ചോറ്, ഉള്ളിച്ചോറ് ഇതൊക്കെയാണ് നമ്മുടെ അത്താഴം വിഭവങ്ങൾ. പിന്നെ ഇഫ്താറിന് ഉണ്ടാക്കിയിട്ടുള്ള ചോറിലേക്കുള്ള സൈഡ് ഡിഷുകളുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.